അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഐ തിങ്ക് ദാറ്റ് വിൽ ബി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻ. അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏതാ? ഒരു തിൻ ട്രാൻസ്പെറൻറ്റ് ഫിലിം വിത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.4 is held in circular ring of radius 1.8. The fluid in the film evaporates at that transmission through the film at wavelength goes into minimum every 16-12 seconds. Assuming that the film is flat, its two sides, the rate of evaporation is. Question വലുതും കത്തി. ഒരു തിൻ ഫിലിം, അതിനകത്തൊരു ലിക്വിഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലൂടെ നമ്മൾ ലൈറ്റ് നോക്കുമ്പം മാക്സിമം മിനിമം കാണുന്നുണ്ട്. തിൻ ഫിലിമിന് ഇൻഡഫറൻസ് അതാണ് മാക്സിമം മിനിമത്തിൻ്റെ കേസ്. അത് മാക്സിമം ഉള്ളത് മിനിമം. എങ്ങനെയാണ് പറഞ്ഞത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞ മിനിമം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇറ്റ് ഇവാപ്പറേറ്റ്സ്. ആ ഫിലിം ഇവാപ്പറേറ്റ് ചെയ്യുമ്പോൾ ഫിലിമിൻ്റെ തിക്നെസ് കുറയുമല്ലോ. ആ സമയത്ത് എന്ത് പറഞ്ഞു? മിനിമം എവറി 12 സെക്കൻഡ്. ഓരോ 12 സെക്കൻഡ് ആകുമ്പം ഇൻഡഫറൻസിൻ്റെ മിനിമം ആവുമെന്നാണ് പറഞ്ഞത്. യെസ്. അപ്പോൾ തിൻ ഫിലിമിൽ ഇൻഡഫറൻസിൻ്റെ മിനിമൻ്റെ കണ്ടീഷൻ എന്താ? മുഴുവൻ പറഞ്ഞാൽ 2μt കോസാർ ഈസ് ഇക്വൽ ടു ഓഡ് നമ്പർ 2n-1 λ/2 പറയാം. കോസാർ റിഫ്രാക്ഷൻ ആംഗുലർ റിഫ്രാക്ഷൻ തരാത്തതുകൊണ്ട് വെറുതെ 2n-1 λ/2 ഓഡ് നമ്പർ എന്ന് ആലോചിച്ചാൽ മതി. യെസ്. അപ്പം തിക്നെസ് ഏതാ? ദാറ്റ് ഈസ് 2n-1 λ/4μ. അപ്പോൾ ഒരു പ്രാവശ്യം തിക്നെസ്, ഇനീഷ്യൽ തിക്നെസ് n1 കൊടുത്താൽ λ/4μ മിനിമായി. വീണ്ടും മിനിമാവുന്ന എപ്പോഴാണ്? 3 λ/4μ. അപ്പോൾ ചേഞ്ച് ഇൻ തിക്നെസ് എത്രയാണ്? ചേഞ്ച് ഇൻ തിക്നെസ് ദാറ്റ് ഈസ് 2 λ/4μ ദാറ്റ് ഈസ് λ/2μ. അപ്പം തിക്നെസ് ഓരോ 12 സെക്കൻഡിലും ചേഞ്ച് ഇൻ തിക്നെസ് λ/2μ ആവുന്നുണ്ട്. അപ്പോഴാണ് എന്ത് സംഭവിച്ചത്? മിനിമം വന്നത്. അപ്പം റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ, വോളിയം, റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ടൈം അല്ലേ? യൂണിറ്റ് നോക്കിയാലും മതി, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ടൈം. ചേഞ്ച് ഇൻ വോളിയം എന്ത് പറയാം? ഏരിയ ഇൻറ്റു ചേഞ്ച് ഇൻ തിക്നെസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. റൈറ്റ്. അപ്പോൾ ഏരിയ എത്രയാണ് വരിക? πr² അല്ലേ വരുന്നത്. തിൻ ട്രാൻസ്പെറൻറ്റ് വിത്ത് റിഫറൻസ് സർക്കുലർ റിംഗ് ഓഫ് റേഡിയസ് 1.8 ആണ്. അപ്പോൾ πr² എന്ന് എഴുതാം. πr². ഡെൽറ്റ ടി ഏതാ? λ/2μ ആണ്. ടൈം എത്രയാ? 12 സെക്കൻഡ് ആണ്. റൈറ്റ്. ഇനി ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പൈൻ്റെ വാല്യൂ, അപ്പോൾ ഐ അങ്ങനെ ഇടാനാണ് പറഞ്ഞ്. പൈ നമ്മൾ അങ്ങനെ ഇട്ടു. റേഡിയസ് എത്രയാണ്? 1.8 സെൻറ്റിമീറ്റർ. അപ്പോൾ 1.8 × 10⁻², അതിൻ്റെ സ്ക്വയർ ഉണ്ടാവും. ഇൻറ്റു ലാംഡ എത്രയാണ്? 560 നാനോമീറ്റർ. അപ്പോൾ ഇൻറ്റു 10⁻⁹ ഉണ്ടാവും. ഡിവൈഡഡ് ബൈ πr² ലാംഡ എഴുതിയല്ലോ, അത് 24 ഉണ്ട്. യെസ്. ഇൻറ്റു റിഫ്രാക്റ്റൻസ് എത്രയാണ് പറഞ്ഞാൽ? ഇറ്റ് ഈസ് 1.4. ഇറ്റ് ഈസ് 1.4. യെസ്. അത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുന്നു എന്ന് പറഞ്ഞാൽ മതി. ദാറ്റ് വിൽ ബി ദ ഫൈനൽ ആൻസർ. റൈറ്റ്. ഓരോന്ന് ചെയ്ത് നോക്കിയാൽ പൈ എങ്ങനെ ആക്കണ്ടേ? യെസ്. 1.8ൻ്റെ സ്ക്വയർ, 18ൻ്റെ സ്ക്വയർ 324. അപ്പോൾ അത് 3.24 ഇൻറ്റു 10⁻²ൻ്റെ സ്ക്വയർ 10⁻4. 560 ഞാൻ 556 ഇൻറ്റു 10⁻8 നാക്കട്ടെ. 10 10⁻⁻ കട്ട് ചെയ്ത് ഡിവൈഡ് ബൈ ഇത് 24. ഇത് ഞാൻ 14 ഇൻറ്റു 10⁻1 എഴുതട്ടെ. അപ്പോൾ 14ഉം 56ഉം കട്ട് ചെയ്തിട്ട് 4 എന്ന് കിട്ടും. 4ഉം 24ഉം പോയാൽ 6 കിട്ടും. അപ്പോൾ അത് ചെയ്യാൻ നല്ലത് ഇത് 324 എന്നാക്കിയാൽ ഇത് 10⁻14 വരും, താഴെ 10⁻1 വരും, താഴെ 6 വരും. അപ്പോൾ 10⁻30 നമ്മൾ പവർ അതിൻ്റെ. യെസ്. അപ്പോൾ അതൊക്കെ. അപ്പോൾ ഈ നമ്പർ മാത്രം നോക്കിയാൽ മതി. ബാക്കി 324/6. അപ്പോൾ 5 6 30, 4 6 24, 54 എന്ന് വരണം. അപ്പോൾ ആൻസർ ഈസ് 54. And that will be the end of the discussion. Thank you.